പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി മാസത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷനാണ് 3200 രൂപയാണ് നമുക്ക് ലഭിച്ചത്. ഈ 3200 രൂപ ലഭിച്ച എല്ലാ ആളുകളും കാണുക. മാർച്ച് മാസം വീണ്ടും 3200 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എന്നുള്ള ചില സൂചനകളൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ ഒന്ന് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് നോക്കാം, നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പല ആളുകളും ഇപ്പോൾ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്, 3200 രൂപ ക്ഷേമ പെൻഷൻ തന്നെ നമുക്ക് ലഭിക്കില്ലേ? 1600 രൂപ അല്ല, കുടിശ്ശിക കൂടി ചേർത്ത് 3200 രൂപ തന്നെ ലഭിക്കില്ലേ എന്നുള്ള പല കാര്യങ്ങളുമാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഇനി തുക കിട്ടാൻ കിടക്കുകയാണ്. 3 മാസത്തെ തുക കൂടി കുടിശ്ശികയുണ്ട്, അതുകൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ധനകാര്യ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. ഈ ഒരു പെൻഷൻ തുക, കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുക 2026 കൊടുത്തു തീർക്കും. ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് 2 ഗഡു കുടിശ്ശിക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത്. നമുക്ക് അറിയാം, ഇത് മാത്രവുമല്ല, ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ വളരെയധികം ആളുകൾക്ക് ഇതൊരു സാമ്പത്തിക സഹായം എന്നതിലുപരി അവർക്ക് അവരെ നിത്യജീവിതം കഴിഞ്ഞു പോകാനുള്ള ഏക വരുമാന മാർഗമായിട്ട് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന പലർക്കും ഇത് ഈ ഒരു തുക ആകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു തുക 1600 രൂപ അവർക്ക് വലിയൊരു സഹായമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമൊക്കെ ആയിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. മാത്രവുമല്ല, ഈ മാർച്ച് മാസത്തിൽ 2 മാസ തുകയുടെ വിതരണം ഉണ്ടാകും എന്ന് പലരും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് പല ആളുകളും എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം പൊതുജനങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കണം. നമുക്കറിയാം, ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു കുടിശ്ശിക തുക വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അറിയിച്ചത്. ആ തുക കറക്റ്റായിട്ട് തന്നെ അവർ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് മാർച്ച് മാസം വരെയാണ് ഒരു സാമ്പത്തിക വർഷം നമുക്ക് ഉണ്ടാവുക. അതായത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് ഒരു സാമ്പത്തിക വർഷം. ഈ സാമ്പത്തിക വർഷത്തിൽ 2 മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. അത് വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ അടുത്ത ഗഡു അല്ലെങ്കിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള അടുത്ത ഗഡു വരുന്നത് വിഷുവിന് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് 1600 രൂപ വീതമുള്ള 2 ഗഡു ഈ ഒരു മാസം ലഭിക്കില്ല. അടുത്ത മാസം, അതായത് ഏപ്രിൽ മാസത്തിൽ തുകയുടെ വിതരണം ഉണ്ടാകും. വിഷു അതുപോലെ തന്നെ മറ്റ് പെരുന്നാൾ ഉത്സവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത മാസത്തിൽ തുക വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടിയ എല്ലാ ആളുകൾക്കും 3200 രൂപ 1600 രൂപ കിട്ടിയ എല്ലാവർക്കും ബാധ്യമായിട്ടുള്ള ഒരു അറിയിപ്പാണിത്. അപ്പോൾ വളരെ പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പാണ്. എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ ഫ്രണ്ട്സ്.